കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തലക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരുപക്ഷെ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. ഈ ഒരു കുഷ്ഠരോഗിയുടെ ഈ ഒരു കഥ. ഒരുപക്ഷെ ഈ ഒരു കഥ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പഴയ കാലഘട്ടങ്ങളിൽ ഒരു കുഷ്ഠരോഗിയുടെ മനോഭാവം അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്താണെന്നുള്ള കാര്യം കൂടി ഓർത്താലേ ഉള്ളൂ നമുക്ക് ഈ ഒരു സുവിശേഷത്തിൻ്റെ ആഴം മനസ്സിലാവുകയുള്ളൂ. കാരണം ആ ഒരു സമൂഹത്തിൽ ഓരോ മനുഷ്യനും ഒത്തിരിയേറെ പേടിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒത്തിരിയേറെ പേരെ ആൾക്കാർ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നരുതേക്കൽ എന്നുള്ള ഒരു തീരുമാനിച്ചൊരു രോഗാവസ്ഥയാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. കാരണം കുഷ്ഠരോഗം വരുന്ന ഓരോ മനുഷ്യരും ഒറ്റപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. എപ്പോഴും ഏകാന്തത അനുഭവിക്കാനാണ് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇടവരിക. കാരണം തൻ്റെ ശാരീരികമായ വേദനകൾക്കപ്പുറം മാനസികമായിട്ടുള്ള വേദനയും ഒറ്റപ്പെടലും എപ്പോഴും കുഷ്ഠരോഗി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, കുഷ്ഠരോഗം പോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ എന്തൊക്കെ ഒറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. കാരണം ഓരോ അവസ്ഥകളും ഓരോ മനുഷ്യനെയും പലപ്പോഴും പല രീതിയിലും വേട്ടയാടാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ അതിനെങ്ങനെ നേരിടുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ മുന്നിട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ആത്മീയമായിട്ടും പലപ്പോഴും നമുക്കിതുപോലുള്ള പല സാഹചര്യങ്ങളും വരാറുണ്ട്. കാരണം അത്രത്തോളം നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നു, പക്ഷേ അവിടെയെല്ലാം എപ്പോഴോ എനിക്ക് ഈ ഒരു ഒറ്റപ്പെടൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തൽ അനുഭവപ്പെടുന്നു എന്നുള്ള തോന്നൽ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. കുഷ്ഠരോഗിയുടെ ജീവിതത്തിലേക്കും പരിശോധിക്കുമ്പോഴും ആ ഒരു അവസ്ഥ ആ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം ആഴത്തിൽ നിലനിന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. കുഷ്ഠരോഗിയായി മാറുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ എത്രത്തോളം അവൻ്റെ വീട്ടിലും കുടുംബത്തിലും എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിലാണെന്ന് പറഞ്ഞാലും, ഈ ഒരു രോഗാവസ്ഥ കൊണ്ട് അവനെ പതിയെ വീട്ടിൽ നിന്ന് മാറ്റുകയാണ്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണം. ഇന്നും കൊൽക്കത്തയിലേക്ക് ചെല്ലുമ്പോൾ ഈ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന സെല്ലുകൾ കാണാൻ സാധിക്കും. എത്രത്തോളം ഭീകരതയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയാണ്. നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയാം അത്രത്തോളം സ്നേഹബന്ധത്തിൽ നമ്മളായിരിക്കുന്ന നിമിഷം, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ അരൂപയിലായിരിക്കുന്ന ഓരോ നിമിഷവും ഈ ഒരു ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ നമ്മൾ പതിയെ പരാതികൾ പറയുന്നവരാകാം. അല്ലെങ്കിൽ കുഷ്ഠരോഗികളുടെ ജീവിതത്തിലാണെങ്കിലും ആ ഒരു രോഗം അല്ലെങ്കിൽ ദീനം വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കണമോന്നുമില്ല. കാരണം ഒരു നിരാശയുടെ നാളുകൾ അവർ ജീവിതത്തിലേക്ക് കടന്നു പോയിരുന്നു, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു പഴയ ജീവിതത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും അവർ ചിന്തിക്കാറില്ല. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും അവരെ മാറ്റി നിർത്തപ്പെടുമ്പോഴും അവരുടെ ചിന്ത എപ്പോഴും അതാണ്, താങ്കൾ ഇനി എന്തിന് ജീവിക്കണം. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം നമുക്കിപ്പോഴും താങ്ങും തണങ്ങുമായിട്ട് തമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പക്ഷേ ആ ഒരു ആശ്രയത്തെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. സുവിശേഷത്തിലാണെങ്കിലും രണ്ട് മനോഭാവം അല്ലെങ്കിൽ മറുപടികളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ഒരു ഒറ്റപ്പെടലിൽ വേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കർത്താവേ എനിക്ക് ശുദ്ധനാകണം. ആ ഒരു മറുപടി ഒരു പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉണർത്തുന്നതാണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ പാപം ചെയ്യുമ്പോഴായിക്കോട്ടെ, പാപാവസ്ഥകളിലായിക്കോട്ടെ, നമുക്കെപ്പോഴും ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും തിരുത്തലുകൾ ജീവിതത്തിൽ സ്വീകരിക്കാനും കർത്താവ് നമ്മുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എപ്പോഴും ഓർക്കുക,
ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മനോഭാവം എന്തായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മറുപടി എന്തായിരിക്കണം? ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ, ആ ഒരു കൃപയുടെ ഒഴുക്ക് എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ ഞാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ കുറേ നാളുകളായിട്ട് ഒരു പാപാവസ്ഥയിൽ ഞാൻ തുടരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ കുമ്പസാരത്തിലും ഒരു പാപം തന്നെ ഞാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആ ഒരു പാപത്തിൽ നിന്ന് മാറി വരാനുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു തിരുത്തലും തീരുമാനങ്ങളും ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ, ഒരു പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു കുഷ്ഠരോഗിയെ പോലെ നമ്മൾ ഓരോരുത്തരും പറയാൻ തയ്യാറാവണം. കർത്താവെ, എന്നെ ശുദ്ധനാക്കണമേ. കർത്താവിൻ്റെ മറുപടി ഒരിക്കൽ പോലും ശുദ്ധനാക്കില്ല എന്നല്ല, ശുദ്ധനാക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അതുപോലെയുള്ളൊരു മനോഭാവത്തിലും മറുപടിയിലും തമ്പുരാൻ എൻ്റെ ചാരെ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അത്രത്തോളം എന്നെ സ്നേഹത്തോടും കരുണയോടും കൂടി തമ്പുരാൻ എന്നെ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മനോഭാവത്തിലും സ്നേഹത്തിലും ഞാൻ എപ്പോഴും സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ സാധിക്കും. ഒരു പക്ഷേ സുവിശേഷത്തിന് അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത്, തമ്പുരാൻ എപ്പോഴും കരുണയോടുകൂടി തൻ്റെ മക്കളെ നോക്കുന്നതാണ്. ഈ ഒരു സുവിശേഷത്തിലാണെങ്കിലും ആ കരുണയുടെ ഭാവത്തോടു കൂടി ആ ഒരു മനുഷ്യൻ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അതേ മനോഭാവത്തോടു കൂടി കരുണ മനുഷ്യ ജീവിതത്തിൽ വർഷിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, എൻ്റെ ജീവിതത്തിലേക്ക് കരുണയോടുകൂടി തമ്പുരാനെ നോക്കണേ എന്നൊരു പ്രത്യാശയോടുകൂടി നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും തമ്പുരാൻ അതിലൊരു 100% എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യം, കരുണയോടെ മുഖമുള്ള ഒരു തമ്പുരാനെയാണ് ഞാൻ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും പരിപാലിക്കുന്നതും. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വീണ് പോകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളൊരാൾ നമ്മൾ തള്ളിപ്പെടുമ്പോഴും തരം താഴ്ത്തപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, കരുണയോടുകൂടി ഇന്നും എന്നെ ചേർത്ത് പിടിക്കുന്ന നാഥൻ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ആ ഒരു പ്രത്യാശ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഏകാന്തതയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് പലപ്പോഴും ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. കാരണം എത്രത്തോളം എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടി എന്നെ ചേർത്ത് പിടിക്കുകയും തമ്പുരാൻ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോഴും, നമുക്കൊരു പ്രശ്നവും വേദനയും വരുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ടോ നമ്മൾ ആ ഒരു ആത്മചിന്തയിൽ നിന്ന് മാറിപ്പോവുകയാണ്. പലവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കും, പ്രത്യാശയുള്ളവരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഓരോ നിമിഷവും ആത്മവിശ്വാസത്തോടെ ദൈവത്തിനെ ആശ്രയിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു വേദനയും സങ്കടവും വരുമ്പോൾ പലപ്പോഴും നമ്മൾ വഴിമുട്ടി പോവുകയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേക്ക് എന്ത് ഉത്തരം എന്നതിൽ ആ ഒരു പരിതാപകരമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കാറുണ്ട്. തിരിച്ചറിയണം ഓരോ നിമിഷവും, കാരണം തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്കും കരുണ വർഷിക്കപ്പെടുന്നുണ്ട്. ആ കരുണ മനോഭാവത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു 2 മനോഭാവത്തോടുകൂടി എനിക്ക് മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ശുദ്ധി കടന്നു വരണമെന്ന് എൻ്റെ ഒരു മനോഭാവത്തോടുകൂടി ഞാൻ പറയുമ്പോൾ തമ്പുരാനും ആ ഒരു കരുണയോടുകൂടി നമ്മൾ ഓരോരുത്തരോടും പ്രവർത്തിക്കും. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.